കൊണ്ടുവന്ന് നമുക്കൊരു അടിപൊളി പായസം കണ്ടോ, ഗ്ലാസ്സിലൊഴിച്ച് നല്ല അടിപൊളി പായസമാണ്. ഇതെങ്ങനെ ഉണ്ടാക്കുക നമുക്ക് നോക്കട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് സാബൂനരി നേരത്തെ അരമണിക്കൂർ വെള്ളത്തിലിട്ടിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട് ഞാൻ. അപ്പോൾ ഒരു ചട്ടി വെച്ച് അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് ഒരു ക്യാരറ്റ് വേണം. ഒരു ക്യാരറ്റ് നല്ലോണം അങ്ങനെ ഗ്രേറ്റ് ചെയ്തിട്ട് ഉണ്ടോ ഇതേപോലെ ആക്കി എടുത്തിട്ടുണ്ട്. ഒരു ക്യാരറ്റ് കേട്ടോ. അപ്പോൾ ആ ക്യാരറ്റും ചട്ടിയിലേക്ക് ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് ഇളക്കുക. അത് നല്ലോണം ആ നെയ്യിൽ കിടന്നിട്ട് നല്ല വേവണം ക്യാരറ്റ്. അപ്പം എന്നിട്ട് നല്ലോണം ഇളക്കി കൊടുക്കുക. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അതിലേക്ക് കുറച്ചുകൂടി പഞ്ചസാര ഇട്ടു കേട്ടോ. ഇത് പഞ്ചസാര ഇട്ടിട്ട് നന്നായിട്ട് കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ട്, നെയ്യായതുകൊണ്ട് പുകയും തീ കുറച്ച് വെച്ചിട്ട് വേണം ചെയ്യാൻ. നന്നായിട്ട് ഇളക്കി ആ പഞ്ചസാരയൊക്കെ അലിഞ്ഞ് ഇതിൽ ആ ക്യാരറ്റിൽ ചേരണം. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് തിളപ്പിക്കാത്ത പാൽ ഒഴിച്ചാൽ മതി. ഇനി ഇതിൽ കിടന്ന് തിളപ്പിക്കാത്ത പാല് ഒരു 1/2 ലിറ്ററാണ്. കുറച്ചേ ഉണ്ടാക്കണുള്ളൂ. നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോരോ ഇഷ്ടത്തിന് അങ്ങനെ കുറക്കൊക്കെ ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ കുറച്ചേ ഉണ്ടാക്കിയിട്ടുള്ളൂ. 1/2 ലിറ്റർ പാലുണ്ട്. അപ്പോൾ പാലയിലേക്ക് ഒഴിച്ച് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഉണ്ടോ, നല്ല തിളച്ചപ്പോൾ നേരത്തെ വേവിച്ച് വെച്ച സാബൂനരി അതിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി ഇതൊന്ന് തിളച്ച് മിക്സ് ആയേണ്ട സമയമുള്ളൂ. എന്താ വെച്ചാൽ നമുക്ക് ഒക്കെ വെന്ത സാധനങ്ങളാണ്. സാബൂനരി വെന്താണ്, ക്യാരറ്റ് നെയ്യിലിട്ട് വരട്ടിയപ്പോൾ ക്യാരറ്റ് വെന്തതാണ്, പിന്നെ പാല് തിളച്ചല്ലോ. ഇനിയിപ്പോൾ വേറെ ഒന്നുമില്ല. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി ചെറുതായിട്ടൊന്ന് കുറുകുന്ന വരെ നന്നായി ഇളക്കി കൊടുക്കുക. നല്ലോണം ഇളക്കി കൊടുക്കുക. അപ്പോൾ ഏകദേശം അതിന് പഞ്ചസാര നോക്കുക, മധുരം നോക്കിയിട്ട് ഈ സമയത്ത് മധുരം കുറവുണ്ടെങ്കിൽ ആവശ്യത്തിന് കുറച്ചുകൂടി പഞ്ചസാര ഇട്ട് കൊടുക്കുക. എനിക്ക് കുറച്ച് കുറവുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ലേശം പഞ്ചസാര ഇപ്പോൾ ഈ സമയത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഓരോരുത്തരും മധുരത്തിന് ആവശ്യത്തിന് കേട്ടോ. നല്ല തിളച്ച് പായസം ഏകദേശം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കുറച്ചും കൂടി മധുരത്തിന് കുറവുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ചും കൂടി പഞ്ചസാര ഇട്ടതാണ്. ഇപ്പോൾ ഇളക്കി കൊടുക്കുക നല്ലോണം. അപ്പോൾ ഏകദേശം നല്ല തിളച്ചായിട്ടുണ്ട്. ഇനി ഒരു പിഞ്ച് ഉപ്പ് ഇട്ട് കൊടുക്കട്ടെ ഈ സമയത്ത്. വേണമെങ്കിൽ നിർബന്ധമല്ല. ഇനിയിപ്പോൾ ഈ മധുരം ബാലൻസ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് വേണമെങ്കിൽ ഒരു ലേശം ഉപ്പ് ഇട്ട് കൊടുക്കുക ഈ സമയത്ത്. അതൊരു പേരിന് കേട്ടോ, കണ്ടമാനൊന്നും ആവരുത്. ചിലവർ ഇടൂല, പിന്നെ ആ മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരു ഇടുന്നത് അല്ല. വേണമെങ്കിൽ ഇട്ടാൽ മതി കേട്ടോ. അതൊക്കെ ഓരോരുത്തരെ ഇഷ്ടം പോലെ. അപ്പം എൻ്റെ പായസം റെഡി ആയിട്ടോ. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കി കേട്ടോ, നല്ല രസമാണ്. അപ്പോൾ ഒരു പാൻ വെച്ചിട്ട് പായസം ഒന്ന് നമുക്ക് ഇച്ചിരി അണ്ടിപ്പരിപ്പ് മുന്തിരിയും കൂടി വറുത്തിട്ട് അതിലേക്ക് ഒഴിക്കണം. അപ്പോൾ അതിന് വേണ്ടി നെയ്യ് ചൂടാകട്ടെ. ഇനിയിപ്പോൾ ആ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ വറുത്തപ്പോൾ ഇതിലേക്ക് കുറച്ച് ഏലക്കപ്പൊടി ഇട്ട് കൊടുക്കണം. കുറച്ച് പഞ്ചസാര ഏലക്കയും കൂടി പൊടിച്ചതാണത്. ഒരു ലേശം ഇട്ട് കൊടുത്താൽ മതി. പിന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരി ഒക്കെ വറുത്ത് പായസത്തിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഏകദേശമൊക്കെ ആയി. ഇനി ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് കുറച്ച് നേരം ഒന്ന് അടച്ച് വെക്കുക. എന്നിട്ട് ചെറിയ ചൂട് അതിൽ കുടിക്കാൻ നല്ല രസമാണ്. ചെറിയൊരു മഴയൊക്കെ ഉള്ള സമയത്ത്, ഉച്ചകഴിഞ്ഞ സമയങ്ങളിലൊക്കെ മഴയൊക്കെ ഉള്ള സമയത്ത് നമുക്ക് ഈ ചെറിയ ചൂടിൽ ഈ പായസം ഉണ്ടാക്കിയിട്ട് നിങ്ങളൊക്കെ ഒന്ന് കുടിച്ച് നോക്കിട്ടോ. എന്നിട്ട് എല്ലാവരും അഭിപ്രായം അറിയിക്കണേ. അപ്പോൾ മറക്കണ്ട, എല്ലാവരും ചാനൽ സപ്പോർട്ട് ചെയ്യുക, ബെല്ലൈക്കൺ അടിക്കുക. ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം.